ലാസ്റ്റ് വീഡിയോയിൽ നമ്മളൊരു സോണി ലാപ്ടോപ്പ് റിപ്പയർ ചെയ്യുന്ന കാര്യം പറയുന്നു. അപ്പോൾ അതിൽ 3 വോൾട്ട് 5 വോൾട്ട് 3 വോൾട്ട് 5 വോൾട്ട് 3 വോൾട്ട് അതേപോലെ 3 വോൾട്ട് 5 വോൾട്ട് ഇനേബിൾ ആക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അത് ഒന്നുകൂടി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഒന്നുകൂടി അത് എങ്ങനെയാണ് വരുന്നത്, എവിടെ നിന്നാണ് ഇനേബിൾ ആക്കുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ 3 വോൾട്ട് 5 വോൾട്ട് അതിനിടയിൽ വേറൊരു റെഗുലേറ്റർ ആവശ്യം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇനി ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ മെയിൻ നമ്മൾ മദർ ബോർഡ് കാണിച്ചുകൊണ്ട് ചെയ്ത വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അത് കണ്ടിട്ട് ഈ വീഡിയോ കാണുക. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം പറഞ്ഞത് ഒരു 5 വോൾട്ട് ഐ സി 3 വോൾട്ട് 5 വോൾട്ട് ഐ സി SN06 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പറുള്ള ഐ സി. ഇത് TPS 51427 RT8206 ISR 6236 അതുപോലെ തന്നെ മാക്സ് 17020 ഇതേപോലുള്ള എല്ലാ ഐ സികൾക്കും ഏകദേശം ഇതേ ഒരു വർക്കിംഗ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്നത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഈ ഐ സി വരുന്ന എല്ലാ ബോർഡിലും ഇത് ഏകദേശം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഐ സിയിലേക്ക് ഏറ്റവും ആദ്യം വരുന്നത് VIN നമ്മുടെ 19 വോൾട്ടാണ്. അപ്പോൾ ഈ VIN ചെക്ക് ചെയ്യണമെന്ന് ചോദിച്ചാൽ വേണ്ടെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. കാരണം പവർ സപ്ലൈയിൽ ഏകദേശം പവർ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് 99% വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആദ്യം ഈ ഐ സിയിലേക്ക് പിൻ നമ്പർ 6ലേക്ക് VIN എന്നൊരു പവർ വരുന്നു. അങ്ങനെ VIN വന്നു കഴിഞ്ഞാൽ ഈ ഐ സി ഓക്കെ, ഈ ഐ സിയുടെ LDO സെക്ഷൻ ഓക്കെ എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിൻ നമ്പർ 7 5 വോൾട്ട് വരും. ഈ 5 വോൾട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഐ സി വരുന്ന ഏത് മദർ ബോർഡ് ആണെങ്കിലും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പിൻ നമ്പർ 7 തൊട്ടടുത്തായിട്ട് ഒരു കപ്പാസിറ്റർ ഉണ്ടായിരിക്കും. ആ കപ്പാസിറ്റർ ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ബോർഡിലും ഈ ഒരു 5 വോൾട്ട് വരുന്ന ഒരു കപ്പാസിറ്റർ തൊട്ടടുത്തുണ്ട്. ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് VIN ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇത് വന്നു കഴിഞ്ഞാൽ ഓക്കെയാണ്, VIN വന്നിട്ടുണ്ടായിരിക്കും ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു കപ്പാസിറ്ററിൽ 5 വോൾട്ട് വരും. ഏറ്റവും ആദ്യം വരുന്നത് ഈ ഒരു കപ്പാസിറ്ററിൽ 5 വോൾട്ടാണ് പിൻ നമ്പർ 7. ഇനി ഈ ഐ സിയിലെ മെയിൻ 3 വോൾട്ട് 5 വോൾട്ട് ഇനേബിൾ ആക്കുകയെന്നുണ്ടെങ്കിൽ ഇതിൽ 2 ഇനേബിൾ പിൻ ഉണ്ട്. ഞാൻ പറഞ്ഞു പിൻ നമ്പർ 14 പിൻ നമ്പർ 27. ഈ 2 പിന്നിലും 3 വോൾട്ട് വരണം. എന്നാൽ മാത്രമാണ് ഇതിൻ്റെ മെയിൻ 3 വോൾട്ടും 5 വോൾട്ടും ഇനേബിൾ ആവുകയുള്ളൂ. ആ ഇനേബിൾ പിന്ന് രണ്ടും വരുന്നത് നമ്മുടെ ന്യൂവോട്ടോൺ IO കൺട്രോളിൽ നിന്നാണ്. ഇനി ഈ IO കൺട്രോളിൽ നിന്ന് ഈ അല്ലെങ്കിൽ ഈ ഒരു സിഗ്നൽ 3 വോൾട്ട് 5 വോൾട്ടും ഇനേബിൾ ആക്കുന്ന സിഗ്നൽ വരണം എന്നുണ്ടെങ്കിൽ ഈ IO കൺട്രോൾ വർക്ക് ചെയ്യാൻ ഒരു പവർ വേണം, ഒരു 3 വോൾട്ട് വേണം. അതുകൂടാതെ ഈ IO കൺട്രോളിന് ആവശ്യമായ സെറ്റിങ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള ചെറിയൊരു EC ബയോസും ഇതിനാവശ്യമാണ്. അപ്പോൾ ഈ ബയോസിൽ നിന്ന് IO കൺട്രോൾ റീഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ഈ IO കൺട്രോളറാണ് നമ്മുടെ TPS അല്ലെങ്കിൽ ഈ 3 വോൾട്ട് 5 വോൾട്ട് ഐ സി ഇനേബിൾ ആക്കാനുള്ള സിഗ്നൽ കൊടുക്കുന്നത്. അപ്പോൾ ഈ ബയോസും IO കൺട്രോളറും സിഗ്നൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും വർക്ക് ചെയ്യാൻ ആവശ്യമായ ഒരു 3 വോൾട്ട് ആവശ്യമാണ്. സാധാരണയായിട്ടുള്ള TPS 51125 പോലത്തെ ഐ സി ഒക്കെ തന്നെ അതിൽ 5 വോൾട്ടും 3 വോൾട്ടും LDO ഉണ്ടായിരിക്കും. നമ്മുടെ ഐ സിയിൽ ഇപ്പോൾ ഉള്ളത് വെറും 5 വോൾട്ട് മാത്രമാണ്. ഈ 5 വോൾട്ട് ഡയറക്റ്റ് നമുക്ക് ഈ പറയുന്ന ഈ IO കൺട്രോളിലേക്കോ അല്ലെങ്കിൽ ബയോസിലേക്കോ കൊടുക്കാൻ സാധിക്കില്ല. കാരണം അതിൻ്റെ മാക്സിമം വോൾട്ടേജ് 3 വോൾട്ടാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ 5 വോൾട്ടിനെ നമ്മൾ 3 വോൾട്ട് ആക്കിയിട്ട് വേണം ഈ പറയുന്ന 2 ഐ സിയിലേക്കും കൊടുക്കേണ്ടത്. അതിനുവേണ്ടി നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഒരു 5 പിൻ 3 വോൾട്ട് റെഗുലേറ്റർ ഐ സിയാണ്. നമ്മുടെ കയ്യിലുള്ള ഈ കപ്പാസിറ്റർ പിൻ നമ്പർ 7 ISL നമ്മുടെ മെയിൻ 3 വോൾട്ട് 5 വോൾട്ട് ഐ സിയുടെ പിൻ നമ്പർ 7 വരുന്ന 5 വോൾട്ട് ഈ ഒരു 3 വോൾട്ട് റെഗുലേറ്റർ 5 പിൻ 3 വോൾട്ട് റെഗുലേറ്റർ ഐ സിയിലേക്ക് കൊടുക്കുന്നു. ഇതിൻ്റെ ഔട്ടിൽ നമുക്ക് 3.3 വോൾട്ട് കിട്ടുന്നതായിരിക്കും. ഈ ഒരു 3 വോൾട്ട് ഈ റെഗുലേറ്റർ 3 വോൾട്ട് 5 വോൾട്ടിൽ നിന്നും 3 വോൾട്ട് ആക്കി ഉണ്ടാക്കിയെടുത്ത ഈ 3 വോൾട്ട് നമ്മുടെ EC ബയോസിലേക്കും അതുപോലെ തന്നെ IO കൺട്രോളിലേക്കും കൊടുക്കും. അപ്പോൾ മെയിൻ 5 വോൾട്ട് LDO ഓൾറെഡി വന്നു. അതിന് ഒരു 5 പിൻ ഐ സി ഉപയോഗിച്ചിട്ട് 3 വോൾട്ട് ആക്കി മാറ്റിയിട്ട് ഈ 3 വോൾട്ടാണ് നമ്മുടെ ഈ 2 ഐ സിയിലേക്കും കൊടുക്കുന്നത്. ഇനി ഇവിടെ ഈ 5 പിൻ 3 വോൾട്ട് റെഗുലേറ്റർ ഐ സിക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന IO കൺട്രോളിലേക്കും അതുപോലെ തന്നെ EC ബയോസിലേക്കും പവർ കിട്ടില്ല. എന്നാൽ ബോർഡിൽ 5 വോൾട്ട് ഉണ്ടാവും ചെയ്യും. കാരണം ഓൾറെഡി 5 വോൾട്ട് മെയിൻ ഐ സിയിലുള്ള LDO ഉണ്ട്. ഈ 3 വോൾട്ട് വന്നാൽ മാത്രമാണ് ഈ IO കൺട്രോളും ബയോസും വർക്ക് ചെയ്യുള്ളൂ. ഈ IO കൺട്രോളും ബയോസും വർക്ക് ചെയ്താൽ മാത്രമാണ് നമ്മുടെ മെയിൻ 3 വോൾട്ട് 5 വോൾട്ടിലേക്ക് ഇനേബിൾ ആക്കാനുള്ള സിഗ്നൽ IO കൺട്രോളിൽ നിന്ന് വരികയും ഉള്ളൂ. നമ്മുടെ ഈ സിസ്റ്റത്തിൽ സംഭവിച്ച പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 5 വോൾട്ട് ഓക്കെ ആയിരുന്നു, 3 വോൾട്ടും ഓക്കെ ആയിരുന്നു. എന്നാൽ നമ്മുടെ ബയോസിൽ പ്രോബ്ലം ഉണ്ടായിരുന്നു. ആ ബയോസ് റീഡ് ചെയ്തിട്ട് IO കൺട്രോളറിന് സെറ്റിങ്സ് വോൾട്ടേജ് കൊടുക്കാൻ പറ്റില്ല, ഇനേബിൾ ആക്കുന്ന വോൾട്ടേജ് കൊടുക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ബയോസ് കംപ്ലൈൻ്റ് ആയിരുന്നു, EC ബയോസ് കംപ്ലൈൻ്റ് ആയിരുന്നു. നമ്മൾ ആ EC ബയോസ് അപ്ഡേറ്റ് ചെയ്തു. അതിൻ്റെ ഒറിജിനൽ ബയോസ് അപ്ഡേറ്റ് ചെയ്തതോടുകൂടി നമ്മുടെ IO കൺട്രോളർ ബയോസിൽ നിന്ന് അതിൻ്റെ കറക്റ്റ് ഫയൽ റീഡ് ചെയ്യുകയും അതിൻ്റെ സെറ്റിങ്സ് കംപ്ലീറ്റ് റീഡ് ചെയ്യുകയും അത് കറക്റ്റായിട്ട് നമ്മുടെ 3 വോൾട്ട് 5 വോൾട്ട് ഐ സിയിലേക്ക് കൊടുക്കുകയും ചെയ്തു. ഇവിടെ ഈ ബയോസ് കംപ്ലൈൻ്റ് ആണെങ്കിലും ഈ നമ്മുടെ 3 വോൾട്ട് 5 വോൾട്ട് വരില്ല. അതുപോലെ തന്നെ 3 വോൾട്ട് 5 വോൾട്ട് ഇനേബിൾ ആകുന്ന സിഗ്നലും വരില്ല. അതുകൂടാതെ IO കൺട്രോളർ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലും ഈ 3 വോൾട്ട് 5 വോൾട്ട് ഇനേബിൾ ആക്കുന്ന സിഗ്നൽ IO കൺട്രോൾ കൊടുക്കില്ല.
ഇനി ഈ 3 വോൾട്ട് 5 വോൾട്ട് ഇനേബിൾ ആക്കാനുള്ള സിഗ്നൽ കൊടുത്തിട്ട്, അതായത് പിൻ നമ്പർ 14ലും പിൻ നമ്പർ 27ലും, നമ്മുടെ 3 വോൾട്ട് 5 വോൾട്ട് ICയുടെ പിൻ നമ്പർ 14ലും പിൻ നമ്പർ 27ലും IO കൺട്രോളറിൽ നിന്ന് ഇത് ഇനേബിൾ ആക്കാനുള്ള സിഗ്നൽ രണ്ടിലും ഉണ്ടായിട്ടും നമ്മുടെ മെയിൻ 3 വോൾട്ടും 5 വോൾട്ടും വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ 3 വോൾട്ട് 5 വോൾട്ട് ICയുടെ കംപ്ലൈൻറ്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വർക്കിംഗ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലായിട്ടുണ്ടായിരിക്കും ആ സോണിയിൽ എന്താ സംഭവിച്ചത് എന്നുള്ളത്. ആ സോണിയിൽ അതിൻ്റെ ബയോസ് കംപ്ലൈൻ്റ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ അത് കറക്റ്റ് റീഡ് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് അത് ഇനേബിൾ ആക്കുന്ന സിഗ്നൽ കിട്ടിയില്ല, 3 വോൾട്ട് 5 വോൾട്ട് ഓൺ ആയില്ല. നമ്മൾ ബയോസ് അപ്ഡേറ്റ് ചെയ്തതോടുകൂടി സിസ്റ്റം ഒക്കെ റെഡിയായി. ഇത് മിക്ക ലാപ്ടോപ്പിൽ ഇങ്ങനെ തന്നെയാണ്. അതായത് ഒന്നുകിൽ ഇപ്പോൾ ഇവിടെ EC ബയോസ് സെപ്പറേറ്റ് ആണ്, ചില ലാപ്ടോപ്പിൽ KB9012 പോലത്തെ ഉള്ള IO കൺട്രോളൊക്കെ അതിൻ്റെ അകത്ത് തന്നെ ആയിരിക്കും, IO കൺട്രോളിൻ്റെ അകത്ത് തന്നെ ആയിരിക്കും ഈ EC ബയോസ് ഉണ്ടായിരിക്കുക. അപ്പോൾ അത് പ്രോഗ്രാം ചെയ്യാൻ വേറെ നമ്മൾ ബയോസ് പ്രോഗ്രാം ഉപയോഗിക്കണം. നോർമൽ ബയോസ് പ്രോഗ്രാം ഉപയോഗിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിന് നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന മറ്റൊരു പ്രോഗ്രാമറാണ് ഈ SBOD 3, SBOD 4, അതുപോലെ തന്നെ RT809H. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് അതിൻ്റെ IO കൺട്രോളർ, ഇപ്പോൾ നമ്മൾ ചെയ്ത EC ബയോസ് അതിനകത്തുള്ള, അതായത് IO കൺട്രോളിനകത്തുള്ള EC ബയോസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം റെഡി ആയി കിട്ടും. ഇത് കാരണം ഒരുപാട് പ്രോബ്ലങ്ങൾ വരും. നോർമലായിട്ട് ഡെഡായി പോകുന്ന സിസ്റ്റങ്ങൾ പുറത്തുള്ള EC ബയോസ് ആണെന്നുണ്ടെങ്കിൽ സിസ്റ്റം ഡെഡായി പോകുന്ന നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന കംപ്ലൈന്റ് ആണ്. എന്നാൽ കീബോർഡ് IO കൺട്രോൾ അകത്തുള്ള EC ബയോസ് ആണെന്നുണ്ടെങ്കിൽ അത് കാരണം കീബോർഡ് കറക്റ്റ് വർക്ക് ചെയ്യാതിരിക്കുക, കീബോർഡിന്റെ ഏതെങ്കിലും നമ്പർ മാത്രം വർക്ക് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ കീബോർഡിലെ ബട്ടൺസ് വർക്ക് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ കറക്റ്റ് കീബോർഡ് വർക്ക് ചെയ്യാതിരിക്കുക, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും IO കൺട്രോളിനകത്തുള്ള EC ബയോസിന്റെ പ്രോബ്ലം കൊണ്ട് വരാറുണ്ട്. അപ്പൊ അത് നമുക്ക് പ്രോഗ്രാം ചെയ്യാം. അപ്പൊ ഞാൻ മുമ്പ് ചെറുതായി 1-2 വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ IO കൺട്രോൾ എങ്ങനെ പ്രോഗ്രാം ചെയ്യാന്നുള്ളതൊക്കെ. അപ്പൊ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ 2 പ്രോഗ്രാമുകൾ ഉപയോഗിച്ചിട്ട് IO കൺട്രോൾ എങ്ങനെ പ്രോഗ്രാം ചെയ്യാന്നുള്ളതും എന്തൊക്കെ പ്രോബ്ലങ്ങൾ വരാന്നുള്ളതൊക്കെ കാണിക്കാം. അപ്പൊ കാരണം അത് വരുന്ന സിസ്റ്റങ്ങൾ വന്നാൽ മാത്രമേ എനിക്ക് കാണിക്കാൻ പറ്റും കറക്റ്റ് ആയിട്ട്. അതില്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വർക്ക് ചെയ്യുന്ന സിസ്റ്റത്തിൽ ഞാൻ കറക്റ്റ് ആയിട്ട് ഇതെങ്ങനെ ചെയ്യാന്നുള്ളതും അതിന്റെ പ്രോബ്ലങ്ങൾ എന്തൊക്കെയെന്നൊക്കെ മാക്സിമം കാണിക്കാൻ ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ പലരും ചോദിക്കാനുള്ള ഒരു കാര്യം കൂടെയാണ് ഏത് ബയോസ് മെഷീൻ വാങ്ങിക്കുക എന്നുള്ളതൊക്കെ. അപ്പൊ ഈ ബയോസ് മെഷീനൊക്കെ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് ഇതൊക്കെ ഓരോന്നായിട്ട് വാങ്ങിച്ചത്, അല്ലാതെ ഒരുമിച്ച് വാങ്ങിച്ചതല്ല. ഏറ്റവും എളുപ്പമുള്ള ബയോസ് മെഷീൻ ഒക്കെ പറഞ്ഞത് ഇതുപോലത്തെ ബയോസ് മെഷീനാണ്. ഇതൊക്കെ ഉപയോഗിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്, ഇതൊക്കെ അങ്ങനത്തെ ആവശ്യമാണ്. IO കൺട്രോളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഇത് യൂസ് ചെയ്താൽ മതി. നോർമലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതുപോലുള്ള ബയോസ് പ്രോഗ്രാമറാണ്. ഇത് വളരെ സിമ്പിൾ ആണ്, വളരെ എളുപ്പമാണ്, വളരെ ഫാസ്റ്റുമാണ്. ജസ്റ്റ് മദർ ബോർഡിൽ നിന്ന് നമ്മൾ IC റിമൂവ് ചെയ്യുക, ഇതിലേക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യുക, ഓട്ടോമാറ്റിക് നമ്പറൊക്കെ സെലക്ട് ആവുകയും ചെയ്യും, പെട്ടെന്ന് നമുക്ക് ബയോസ് ചെയ്യാനും പറ്റും. ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ IO കൺട്രോൾ എങ്ങനെ പ്രോഗ്രാം ചെയ്യുക എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ്, പിന്നീടുള്ള വീഡിയോസ് നമ്മൾ സ്ഥിരമായിട്ട് കാണിക്കാം. അപ്പൊ ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ചാനൽ കാണുന്നവർ പോലും, സ്ഥിരമായിട്ട് കാണുന്നവർ പോലും ആ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുകയൊന്നും ചെയ്യുന്നില്ല. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ, ഇതേപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇതേപോലത്തെ കൂടുതൽ വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.